പെരിയാർ മത്സ്യക്കുരുതിയിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് റിപ്പോർട്ട് തള്ളിയ കുഫോസ് റിപ്പോർട്ടിൽ പ്രതികരിച്ച് ഏലൂരിലെ പരിസ്ഥിതി പ്രവർത്തകരും മത്സ്യകർഷകരും നാട്ടുകാരും. മത്സ്യക്കുരുതിക്ക് കാരണം രാസമാലിന്യങ്ങൾ തന്നെയെന്നായിരുന്നു കുഫോസിന്റെ റിപ്പോർട്ട്. രാസമലിനീകരണത്തിൽ വിശദമായ പഠനം വേണമെന്നും കുഫോസ് റിപ്പോർട്ടിലുണ്ട്. രാസമാലിന്യങ്ങളാണ് മത്സ്യക്കുരുതിക്ക് ഇടവരുത്തിയതെന്ന് ആദ്യം ആരോപണം ഉന്നയിച്ചത് പരിസ്ഥിതി പ്രവർത്തകരും മത്സ്യകർഷകരുമായിരുന്നു. ഏലൂരിൽ നിന്നും വിശദാംശങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ഈ കുഫോസിന്റെ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഈ മത്സ്യക്കുരുതിക്ക് കാരണം രാസമാലിന്യങ്ങളാണ്. ഇത് തന്നെയാണ് നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും ആദ്യഘട്ടത്തിൽ തന്നെ ആവർത്തിച്ചത്. പക്ഷേ അതിന് നിരാകരിക്കുന്ന സമീപനമായിരുന്നു സർക്കാരും മലിനീകരണ നിയന്ത്രണ ബോർഡൊക്കെയും സ്വീകരിച്ചിരുന്നത്. ഇപ്പോൾ തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതയാണ്, തങ്ങളുടെ ആവശ്യങ്ങൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അംഗീകരിച്ചേ മതിയാകൂ എന്നുള്ള ആവശ്യത്തിൽ തന്നെയാണ് നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും മത്സ്യ കർഷകരുമൊക്കെയും ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. അവരുടെ പ്രതികരണങ്ങളിലേക്കും കൂടുതൽ വിവരങ്ങളിലേക്കും നമുക്ക് പോകാം. KP വലിയ തോതിൽ ചർച്ചയായ ഒരു വിഷയമായിരുന്നു ഏലൂരിലെ മത്സ്യക്കുരുതി. ഈ മത്സ്യക്കുരുതിക്ക് ശേഷം അതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ രാസമാലിന്യങ്ങൾ വലിയ തോതിൽ കമ്പനികൾ പെരിയാറിലേക്ക് ഒഴുക്കുന്നു. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പെരിയാറിനെ മലിനമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ഇതിന്റെ ഇരു കരകളിലുമുള്ള കമ്പനികൾ തന്നെയാണ്. എന്നാൽ അത് സമ്മതിക്കാൻ സർക്കാരോ ബന്ധപ്പെട്ട മലിനീകരണ നിയന്ത്രണ ബോർഡോ ഒരു ഘട്ടത്തിലും തയ്യാറായിരുന്നില്ല. മെയ് മാസത്തിലുണ്ടായ മത്സ്യക്കുരുതി, കാരണം എല്ലാ വർഷങ്ങളിലും ഇത്തരത്തിൽ വലിയ തോതിൽ മത്സ്യക്കുരുതികൾ ഉണ്ടാകാറുണ്ട്. മെയ് മാസത്തിലുണ്ടായ മത്സ്യക്കുരുതിയുടെ പശ്ചാത്തലത്തിൽ പോലും മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇതിനോട് പ്രതികരിച്ചത് അത് രാസമാലിന്യങ്ങൾ നിറഞ്ഞല്ല ഇത്തരമൊരു സാഹചര്യം ഉണ്ടായത്, ഓക്സിജന്റെ അളവ് കുറഞ്ഞതാണ്, അത് ഏത് രീതിയിലാണ് എന്ന് വിശദീകരിക്കാൻ പോലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലിനീകരണ നിയന്ത്രണ ബോർഡിന് കഴിഞ്ഞിട്ടുമുണ്ടായിരുന്നില്ല. അവിടെയാണ് കുഫോസ് വിശദമായ ഒരു പഠനം നടത്തിയത്. കുഫോസിന്റെ വിശദമായ പഠനത്തിൽ വ്യക്തമായ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അതുതന്നെയാണ് നാട്ടുകാരെ കൂടുതൽ പ്രതിഷേധത്തിലേക്ക് നയിക്കാൻ പ്രതിഷേധത്തിന് കാരണം അവർ ഉന്നയിച്ച ആ കാര്യങ്ങൾ ശരിയാണ് എന്ന് വരുന്നു. മാത്രമല്ല മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പറഞ്ഞിരുന്ന അതും നിയമസഭയിൽ വ്യക്തമാക്കിയതും ഇത് മലിനീകരണത്തിന് കാരണം രാസമാലിന്യങ്ങൾ അല്ല എന്നത് തന്നെയായിരുന്നു പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരുന്നത്. പരിസ്ഥിതി പ്രവർത്തകർ ഒപ്പം തന്നെ നാട്ടുകാരെല്ലാവരും തന്നെയാണ് ഈ ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ നമ്മളോടൊപ്പം പ്രതികരിക്കാൻ എത്തിയിരിക്കുന്നത്. ആദംകുട്ടി, അദ്ദേഹം പരിസ്ഥിതി പ്രവർത്തകനാണ്, ഈ ഭാഗത്തെ നാട്ടുകാരനാണ്, കൃത്യമായി ഇത്തരത്തിൽ പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ ശക്തമായി ഇടപെടുന്ന ആളാണ്. അദ്ദേഹവും പരിസ്ഥിതി പ്രവർത്തകനായ ഏലൂർ ഗോപിനാഥും നാട്ടുകാരനായ സുനീർ, അദ്ദേഹം എല്ലാം തന്നെ ഈ ഒരു വിഷയത്തിൽ നിരന്തരം പോരടിക്കുന്ന അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഇത്തരം പ്രശ്നങ്ങളിൽ ശക്തമായി നിലകൊള്ളുന്ന ആളുകളാണ്. പ്രധാനമായും ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി അടക്കം നിയമസഭയിൽ പറഞ്ഞൊരു കാര്യം രാസമാലിന്യങ്ങൾ കലർന്നത് അല്ല എന്നാണ്. എന്നാൽ അത് പൂർണ്ണ തെറ്റാണ് എന്ന് വ്യക്തമാകുന്നു. കമ്പനികൾക്ക് ഇതിലുള്ള ഉത്തരവാദിത്തം കൃത്യമായി തന്നെ മനസ്സിലാവുകയും ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇത് ഞങ്ങൾക്ക് സംശയം ഉണ്ടായില്ല. ഞങ്ങൾ ഫസ്റ്റിലെ പറഞ്ഞ് ഇത് രാസമാലിന്യമാണ്, അതല്ലാതെ മത്സ്യം ആത്മഹത്യ ചെയ്തതല്ല. കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞാണ്. ഞങ്ങൾ പറഞ്ഞ കാര്യം കുഫോസ് അടിവരയിട്ട് തെളിയിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരള ജനതയോടും മത്സ്യ കർഷകരോടും മാപ്പ് പറയണം. കാരണം നിയമസഭയിൽ പച്ചക്കള്ളമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മുഖ്യമന്ത്രി എന്ന നിലക്ക് PCB എഴുതി കൊടുത്ത പച്ചക്കള്ളം യാതൊരു ഉളുപ്പില്ല വിളിച്ചു പറയരുത്. കാര്യക്ഷമതയുള്ള ഒരു ഭരണാധികാരി പറയേണ്ടത് ഇത് എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, കുറച്ചും കൂടി വിപുലമായ ഒരു അന്വേഷണം നടത്തി ഇതിൻ്റെ ഉറവിടം കണ്ടെത്തണമെന്നാണ് പറയേണ്ടത്. അത് പറഞ്ഞിരുന്നെങ്കിൽ കേരള സമൂഹം കൈയടിച്ച് പാസ്സാക്കിയാണ്. ഇത് പുച്ഛിച്ച് തള്ളുന്ന, ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം കുടിക്കുന്ന ബുദ്ധിക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത ഒരു വാക്കാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മത്സ്യക്കുരുതി പലപ്പോഴും നടക്കാറുണ്ട്. പക്ഷേ അത് ഇവിടുന്ന് ഏകദേശം ഫെറി വരെയൊക്കെ എത്താറുള്ളൂ. 8 കൊല്ലത്തിന് ശേഷം ഒരു ഞെട്ടിക്കുന്ന മത്സ്യക്കുരുതിയാണ്. ഇത് സംഭവിച്ചത് എവിടെയെന്ന് മനസ്സിലാക്കണം. വണ്ടിന് മേലെ എന്ന് പറഞ്ഞാൽ എറണാകുളം പട്ടണത്തിൽ 40 ലക്ഷം ജനങ്ങൾ കുടിക്കുന്ന വെള്ളമാണ്. അവിടുന്ന് 2 കിലോമീറ്ററാണ് തിരിഞ്ഞ് കഴിഞ്ഞാൽ പമ്പിംഗ് ഹൗസാണ്. ഈ കുടിവെള്ളത്തിലേക്ക് കലക്കിയിരിക്കുന്ന ഈ ഹൈഡ്രജൻ സൾഫൈഡിൻ്റെ അല്ലെങ്കിൽ അമോണിയയുടെ സാന്നിധ്യം നീക്കം ചെയ്യാൻ വാട്ടർ അതോറിറ്റിയുടെ കയ്യിലൊന്നും യാതൊരു സൂത്രവാക്യമില്ല. ഇത് ജനങ്ങൾ കുടിക്കണത്. വരുന്ന തലമുറ രോഗങ്ങൾക്ക് അടിമപ്പെടും. ഇതൊക്കെ വലിയൊരു വിഷയമാണ്. സർക്കാർ ഇത് വളരെ ലാഘവത്തോടെ കാണുന്നത്. കാരണം ഒന്നല്ലെങ്കിൽ ഇവരുടെ മാസപ്പടി, അതല്ലെങ്കിൽ അധികാരവർഗത്തിൻ്റെ സഹായത്തോട് നടക്കുന്ന വ്യവസായങ്ങളാണ്. ഈ രണ്ടിലൊന്നും ഉറപ്പാണ്. ഇവരിൽ നിന്നും ഈ വ്യവസായങ്ങൾ ഏതാണോ ഈ രാസമാലിന്യം ഒഴിക്കുകയെന്ന് PCBക്ക് അറിയാം. പക്ഷേ PCB മലിനീകരണ നിയന്ത്രണ ബോർഡ് മലിനീകരിക്കപ്പെട്ടിരിക്കുകയാണ്.
അതാണ് വിഷയം. എങ്ങനെ ഈ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ഈ ഒരു പ്രശ്നം കാലങ്ങളായിട്ട് അഭിമുഖീകരിക്കുന്ന ആൾക്കാരാണ്. ഈ പരിസരത്തുള്ള ആളുകൾ എന്ന നിലയ്ക്ക് ഇവരുടെ കൃത്യമായി എങ്ങനെ മലിനീകരണം വർഷാവർഷങ്ങളിൽ ഒഴുക്കുന്നു, അതൊരു സമയത്ത് ഒഴുക്കുള്ള അല്ല ഇത് തുറന്നുവിടുന്ന സമയത്തൊക്കെയാണ് ഇത് ചെയ്യുന്നത്. എങ്ങനെയാണ് ഇത് കണ്ടുവരുന്നത് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ? ഇത് കാലങ്ങളായിട്ട് മഴ പിടിക്കുമ്പോഴാണ് ഇവർ ഇത് ഒഴിക്കുന്നത്. എനിക്കൊക്കെ ഓർമ്മ വെക്കുന്ന കാലത്ത് നോക്കുകയാണെങ്കിൽ അന്നൊക്കെ ഇവിടെ ഒരു ബണ്ടായിരുന്നു, മണൽ വെച്ച് കെട്ടിക്കൊണ്ടൊരു ബണ്ടായിരുന്നു. ഈ ബണ്ട് നന്നായിട്ട് മഴ പിടിക്കുമ്പോൾ ഈ ബണ്ട് അങ്ങോട്ട് പൊട്ടിച്ചു വിടുമ്പോൾ ഈ ഇടയാറ് മേഖലയിലുള്ള ഒരുപാട് വ്യവസായങ്ങൾക്കൊന്നും നമ്മളെതിരല്ല, നമ്മളും ജീവിക്കുന്നത് അതുവഴിയൊക്കെയാണ് നമ്മളും ജീവിക്കുന്നത്. പക്ഷേ ഈ മഴ കൂട്ടിപ്പിടിക്കുമ്പോൾ ഈ ബണ്ട് അവർ തന്നെ പൊട്ടിച്ചു വിടും, ആ കൂട്ടത്തിൽ ഈ മാലിന്യം ഒഴുക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഉണ്ടായിരുന്ന മത്സ്യക്കുരുതി എന്ന് പറഞ്ഞാൽ അത്ര രൂക്ഷമായിരുന്നു. കാരണം ഞങ്ങളുടെ ഈ ഇരു കരകളിൽ നിന്നും എന്നെ പോലെയുള്ള ഈ ചുറ്റുവട്ടത്ത് ഒരുപാട് പേര് മീൻ പിടിക്കുന്നുണ്ട്. മീൻ പിടിച്ച് അവർക്ക് ഉപജീവന മാർഗമായിട്ടല്ലെങ്കിൽ പോലും ഉപജീവന മാർഗം ഉള്ളവരുമുണ്ട്, അല്ലാതെ ഞങ്ങളുടെ വീടുകളിലൊക്കെ ഞങ്ങൾ കൊണ്ടുപോയി ഭക്ഷണം കഴിക്കുന്നവരുമുണ്ട്. പക്ഷേ അവർക്കൊക്കെ വളരെ ഒരു മീൻ വരെ നമ്മുടെ പുഴയിലില്ല. അത് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ചത്ത് ഭൂമിയുടെ ഈ പുഴയുടെ താഴെ കിടന്ന കൂരി, ബ്രാല് എന്ന് വേണ്ട ഭൂമിയുടെ അടിത്തട്ടിൽ ജീവിക്കുന്ന ഈ മീനുകളാണ് ഇതെല്ലാം ചത്തു ഒതുങ്ങിപ്പോയ ഒരു അവസ്ഥയാണ് പൂർണ്ണമായ മത്സ്യസമ്പത്ത് ഇല്ലാതാവുന്ന ഒരു സാഹചര്യം. ഇനി ഇവിടെ മത്സ്യം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇനി കൊണ്ടുവന്ന് ഈ ഏലൂർ പുഴയിൽ കൊണ്ടുവന്ന് ഒഴുക്കേണ്ടി വരും, പെരിയാറിൽ കൊണ്ടുവന്ന് ഒഴുക്കേണ്ടി വരും. അത് മാത്രമല്ല ഇവിടെ പരിസ്ഥിതി മലിനീകരണം അതിലും രൂക്ഷമാണ്. കാരണം ഞങ്ങള് പല പ്രാവശ്യമായിട്ട് ഞങ്ങൾ PCB ഓഫീസിൽ പോകാറുണ്ട്. ഞാൻ ഒരു ദിവസത്തിൽ 2 പ്രാവശ്യങ്ങൾ PCB ഓഫീസിലോട്ട് ഫോൺ ചെയ്യുന്ന ഒരാളാണ്. ചിലപ്പോൾ എന്നെ അവർക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. കാരണം ഈ ഭാഗത്ത് വെട്ടുകടവ് ഭാഗത്ത് മണമായിട്ട് ഈ എടയാർ മേഖലയിൽ നിന്ന് പറഞ്ഞ മണമായിട്ട് ഇവിടെയുള്ള ഒരുവിധപ്പെട്ട നല്ല കൊച്ചു പിള്ളേർ, ഇപ്പം ജനിച്ചു വരുന്നവർ, അതുപോലെ കല്യാണം കഴിച്ചു വരുന്ന പെണ്ണുങ്ങൾ, ഇവരെല്ലാവരും ഈ എന്തെങ്കിലും രീതിയിൽ ഈ തുമ്മൽ, ചുമ, അതുപോലെ ഉള്ള പല രോഗങ്ങൾക്കും അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ മണം അത്ര രൂക്ഷമായ ഗന്ധത്തോടുകൂടിയാണ് ഈ മണം അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ വലിയ പ്രതിഷേധങ്ങൾക്ക് ജനങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും PCB ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ ഭരിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി ഈ പ്രാവശ്യം നിയമസഭയിൽ പറഞ്ഞതിന് ഏറ്റവും വലിയൊരു തെളിവാണ്. കാരണം ശുദ്ധജലവും ഉപ്പുവെള്ളവും കൂടിയപ്പോൾ അതിൽ നിന്നുണ്ടായതാണ് ഈ ഓക്സിജൻ ഇല്ലാതെ. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും ഈ വേലിയിറക്കം വരുമ്പോൾ നമ്മുടെ ഈ ബണ്ടിന്റെ ചീപ്പുകൾ പൊക്കും. ഈ ചീപ്പുകൾ പൊക്കുമ്പോൾ ദിവസവും ഇവിടെ മീൻ ചത്തു പൊങ്ങണ്ടേ? അങ്ങനെ ഈ ശുദ്ധവെള്ളമാണ് അവിടെ നിന്ന് വരുന്നത്, ഇവിടെ വരുന്നത് ഉപ്പുവെള്ളമാണ്. ഈ ഉപ്പുവെള്ളവും ഇതും കൂടി കൺവെർട്ട് ചെയ്യല്ലേ. ഈ കൺവെർട്ട് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഇവിടെ അപ്പം മത്സ്യക്കുരുതിയില്ല? അപ്പം ഇതെല്ലാം ശുദ്ധ നുണയാണ്. അവർക്ക് വേണ്ട ചില ആളുകളെ രക്ഷിക്കാൻ വേണ്ടി മാത്രം കാണിക്കുന്ന ഒരു പിപ്പടി മാത്രമാണ് ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ പരിഹാസ്യമായ ഒരു കാര്യങ്ങളാണ്, വിശദീകരണങ്ങളാണ് ഇക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നത്. ഈ പരിസ്ഥിതി രംഗത്ത് നിന്ന് നോക്കും, പരിസ്ഥിതി പ്രവർത്തകരുടെ കാഴ്ചപ്പാടിൽ എങ്ങനെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയും? എങ്ങനെയാണ് അത് മുന്നോട്ട് പോകുന്നത്? പരിസ്ഥിതി പ്രവർത്തകരുടെ കൺമുമ്പിൽ എന്ന് പറയുമ്പോൾ അതുപോലെ നമ്മളുടെ PCB ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ സമ്മർദ്ദത്തിന് അടിമപ്പെട്ട് നിൽക്കുന്നവരാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പോലും നമ്മളുടെ ഈ പ്ലൈവുഡ് മലിനീകരണത്തിൻ്റെ വിഷയങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അന്നത്തെ ചെയർമാൻ പോലും പറഞ്ഞതാണ്, ഞങ്ങൾ സമ്മർദ്ദത്തിന് അടിമകളാണ്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു നടപടിയും സ്വീകരിക്കാൻ പറ്റാതെ. ഇവരാരാ ഇങ്ങനെ ഈ ഒരു ചങ്ങലയിലേക്ക് ഇടുന്നത്? ഇതാണ് രാഷ്ട്രീയ നേതൃത്വം തന്നെയല്ലേ? തീർച്ചയായിട്ടും രാഷ്ട്രീയ നേതൃത്വം, ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ, ഇവിടെ പറഞ്ഞാൽ സ്റ്റാൻഡിംഗ് കൗൺസിൽ ഓഫ് ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞൊരു സംഘടന കൂടി ഇവിടെ ഉണ്ട്. അവരുടെയൊക്കെ സമ്മർദ്ദത്തിന് ഫലമായിട്ടാണ് ഇവിടെ ഈ പറയുന്ന കുരുതി നടക്കാനുള്ള കാരണം. ഇവരുടെ എല്ലാവർക്കും കീഴ്പ്പെട്ടാണ് PCB ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ ഈ കഴിഞ്ഞ 1-1.5 ആഴ്ച മുമ്പ് ഏലൂർ ഡിപ്പോയിൽ ഒന്നാം വാർഡിൽ ഹോസ്പിറ്റൽ മാലിന്യങ്ങളും അങ്ങനെ ഒരുപാട് മാലിന്യങ്ങൾ 1-ാം വാർഡിൽ കൊണ്ടുവന്ന് കുമിഞ്ഞു കൂട്ടി കിടക്കുന്നത് ഈ പുഴയുടെ ഈ പെരിയാറിന്റെ തീരത്താണ്. ഇതിനെല്ലാം മഴ പെയ്യുമ്പോൾ എല്ലാം ഒലിച്ചു ഒഴുകി പോകുന്നത് ഈ പെരിയാറിലേക്കാണ്. അതിനെതിരെ ഇന്ന് ഏലൂർ മുനിസിപ്പൽ കൗൺസിലിൽ അവർക്ക് ലൈസൻസ് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നലെ അവർക്ക് ലൈസൻസ് കൊടുത്തു. ആ ലൈസൻസ് കൊടുക്കരുതെന്ന് പറഞ്ഞ് ഇന്ന് മുനിസിപ്പൽ കൗൺസിൽ പ്രതിപക്ഷ കൗൺസിലർമാരെല്ലാവരും രൂക്ഷമായ വിഷയങ്ങൾ ഉണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സമയത്തിന്റെ ഒരു പരിമിതിയുണ്ട്. സൂചിപ്പിച്ചതുപോലെ തന്നെ അവരൊക്കെ ഒരേ സ്വരത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എന്താണോ തങ്ങൾ ആദ്യം
വ്യക്തമാക്കിയത്, പറഞ്ഞത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ വ്യക്തമാക്കിയത്, അതൊക്കെ നിരാകരിക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത്. പക്ഷേ സത്യം എന്താണെന്ന് തെളിഞ്ഞതുകൊണ്ട് തന്നെ ശക്തമായ ഇടപെടൽ, ശക്തമായ ഒരു പരിഹാരമാർഗം, ശാശ്വതമായ പരിഹാരമാർഗം വേണം, അല്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്.